ഒരു പണിയുണ്ട്. വീക്കെൻഡ് ആയിട്ട് ഇറങ്ങി പോവാണല്ലോ. എന്താ പോകുന്നത്? നമ്മൾ നൈറ്റ് ബീച്ചിൽ സ്വിം ചെയ്യുന്നത്. രാത്രി കിടന്നുറങ്ങാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇവരുടെ ഒപ്പമുള്ള മൊമെന്റ്സ് മിസ്സാവുന്ന ആലോചിക്കുമ്പോൾ ഉറക്കാം പിന്നെ എല്ലാം ഉറങ്ങാലോ, അങ്ങനത്തെ ഒരു മൈൻഡാണ് എൻ്റെ. നമ്മളെല്ലാവരും കൂടെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറ്. അങ്ങനെ ഞങ്ങൾ ടോട്ടൽ 6 പേരുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ 5 ഉള്ളൂ, ഒരാളെ നമുക്ക് പിക്ക് ചെയ്യണം. അപ്പോൾ കാറ് റെൻ്റൽ എടുത്തിട്ട് നമ്മൾ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുക, കാർ എവിടെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ പോയിട്ട് അൺലോക്ക് ചെയ്തെടുത്താൽ മതി കാറ് ബുക്ക് ചെയ്തത്. അതൊക്കെയാണ് നമ്മൾ ചെയ്യുക. കാർ ഞങ്ങൾ ബുക്ക് ചെയ്തു. ഇപ്പോൾ ലൊക്കേഷൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്കാണ് അറിയ പോലുമില്ല. എനിക്ക് ആകെ അറിയാവുന്നത് എൻ്റെ ഓഫീസും പിന്നെ കരാമയിലുള്ള കുറച്ച് സ്ഥലങ്ങളും പിന്നെ ബുർജ് ഖലീഫും അങ്ങനത്തെ കുറച്ച് ഏരിയ മാത്രമേ എനിക്കറിയുള്ളൂ. ഇവരെന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബിക്കോസ് ഇത് എൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് ഈ ലൊക്കേഷൻ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെന്നോട് ചോദിക്കുന്നത്. ഞാൻ ആ ഓഫീസിൻ്റെ സൈഡ് പോലും പോയിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതാണ് എൻ്റെ കാര്യം. പിന്നെ അത് നല്ല ഫുൾ മൂണായിരുന്നു. ഞങ്ങളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുക. നടയാത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ തൊട്ടടുത്ത 3 മിനിറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നടത്തം സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇതാണ് മെയിൻ കരാമയുടെ സിഗ്നൽ. ഇവിടെ ദുബായിലെ നൈറ്റ് ലൈഫ് അടിപൊളിയാണെന്ന് പറയാറുണ്ട്. ശരിക്കും അടിപൊളിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ്. ബിൽഡിങ്ങിൻ്റെ ലൈറ്റ്സും പിന്നെ ചുറ്റുമുള്ള സീനറീസും ഒക്കെ കാണാൻ തന്നെ അടിപൊളി ഒരു വൈബ് തന്നെയാണ്. നമ്മൾ നടത്തം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടാണ്. ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. എന്നാലും കുറേ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് അടിപൊളി ടോക്സ് ഒക്കെ ഉണ്ടാവും. ഈ പൂച്ച പോലെ നൈറ്റ് ഓണാണ്. അതാണ് ഞാൻ വിളിച്ചപ്പോഴേക്ക് എൻ്റെ അടുത്ത് വന്നട്ടോ. പാവാൻ തോന്നുന്നു. അപ്പയും ഷാസി സ്നേഹം കൂടെ തകൃതിയായിട്ട് അവിടെ വണ്ടിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ ഇരുന്നു. എനിക്ക് നടന്ന് വയ്യാണ്ടായിരിക്കും. വിശക്കൊന്നും ഉണ്ടായിരുന്നു. ഒരു ഷവർമ കഴിച്ചു. എന്നാലും വീണ്ടും വിശന്ന് തുടങ്ങി. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു ഒരു നൈറ്റ്. പിന്നെ സിഗ്നലിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സിഗ്നൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇത്, എല്ലാവരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ. അങ്ങനത്തെ ഒരു വൈബൊക്കെ ആയിരുന്നു കിട്ടി. റൂമിന്റെ അവിടുന്ന് ആകെ 5 മിനിറ്റ്സ് ഉള്ളൂ ഡെസ്റ്റിനേഷൻ കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക്. പക്ഷേ മൊത്തം ചുറ്റിയിട്ടാണ് ഫൈനലി അബി ഓക്കെ. എന്തുറ്റി അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വണ്ടിയൊക്കെ അൺലോക്ക് ചെയ്ത് ട്രാവൽ ചെയ്യാൻ തുടങ്ങുവാണ്. കാശിനെ പിക്ക് ചെയ്യണം ഞങ്ങൾക്ക് പോയിട്ട്. നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി എടീ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുമ്പോ ഒറ്റയ്ക്ക് ബീലബാനില് അങ്ങോട്ട് അടിച്ചു കയറ്റാൻ പട്ടി. നമ്മുടെ ഫ്രണ്ട് വരാനുണ്ട്. അപ്പൊ ആളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ആളല്ല, കാശി.
ചെയ്തിട്ടോ ബീച്ച് ഇട്ടാ സൈഡിലൊക്കെ അല്ലേ എവിടെ പോയാലും ആദ്യം വിശക്കുന്ന എനിക്കാണ്. ഞങ്ങൾ കുറച്ച് ആവശ്യമുള്ള ഫുഡും പിന്നെ റെസ്റ്റ് റൂമിലൊക്കെ പോയി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജേർണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് ഇവിടെയുള്ള ഒരു ഫ്രഷ് ഹാർബറിൻ്റെ അടുത്തൊരു പ്രൈവറ്റ് ബീച്ച് ഉണ്ട്, ഒരു ഫാമിലി ബീച്ചാണ്. അവിടെ അങ്ങനെ കച്ചറാസൊന്നുമില്ല. ഇവിടെയുള്ള മിക്ക ബീച്ചിലും അത്യാവശ്യം സെക്യൂറാണ്, സെക്യൂരിറ്റി എല്ലാം എപ്പോഴും ഉണ്ടായിരിക്കും, ലൈഫ് ഗാർഡ് ഉണ്ടായിരിക്കും. സോ നമ്മൾ ആ ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഒരു 2:30 ഒക്കെ ആയി ടൈം. എൻ്റെ ഗ്യാങ്ങിലുള്ളവരുടെ സോങ്ങിൻ്റെ ടേസ്റ്റ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റസ് ആണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ നൂണല്ലത് തലഭാഗത്താണ്. തലഭാഗത്തിലെ ചേട്ടൻ പോയിക്കൊണ്ടിരിക്കുക. പാവം രാത്രിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. രാത്രിയല്ല പുലർച്ചയായി. അവർ വർക്കിംഗ് ആണ്. അതൊക്കെ പറ്റിയൊക്കെ ഞങ്ങൾ സംസാരിച്ചു. പിന്നെ ഇവിടെ ദുബായിൽ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റും. ആ വ്യൂ അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. എവിടെ നിന്നാലും ഹൈറ്റ് ഭയങ്കര ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് റീച്ചായി. സൺഡേസിൽ ഫ്രീ പാർക്കിംഗ് ആണ്. അപ്പോൾ പാർക്കിംഗ് കിട്ടാൻ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു. കുറച്ച് പേര് അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് ചെയ്തത്. ഈ കാണുന്നതാണ് ബീച്ച്. ഇവിടെ നൈറ്റ് കയാക്കിംഗ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് നൈറ്റ് കയാക്കിങ്. അടിപൊളിയായിരുന്നു. അതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. നല്ലൊരു വൈബാണ്. എന്താ പറയുക, നൈറ്റ് കയാക്കിങ് ചെയ്യുന്നത്, അത് ബ്ലൂ ലൈറ്റ്, അടിപൊളി വേറെ ഒരു എക്സ്പീരിയൻസ് ആണത്. അപ്പം ബീച്ചിൽ റീച്ച് ആയിട്ടുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അവിടെ പോയിട്ട് ഞങ്ങൾ സ്റ്റാർ ഫിഷിനെ കണ്ടതും പിന്നെ നമ്മളെ ജെല്ലി ഫിഷ് കടിച്ചതുമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.